പിന്നീട് ജിൻസിയുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സിനെ വെറുപ്പിക്കാനുള്ള ഫോട്ടോസ് എടുക്കാനായി ജിൻസിയുടെ പുറകെ വെറുതെ നടന്നു. അവിടെ വെച്ചാണ് ജിൻസി ബാഹുബലിയാവാൻ ശ്രമിച്ചത്. ഭാര്യയുടെ ഫോട്ടോസ് എടുക്കാനുള്ള എന്റെ അമിതമായ ആവേശം കണ്ട അമേരിക്കൻ സായിപ്പ് പറഞ്ഞു, എന്തൊരു പേഷ്യൻസ് ആണ് പഹയാ എനക്ക്. ഞങ്ങളിത് ഫിഫി ഐലൻഡിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയിട്ടൊരു പാക്കേജ് എടുത്തു, ടൂർ പാക്കേജ് എടുത്തു. അപ്പൊ അതില് 7:45 അല്ലെങ്കിൽ 8 മണിക്കുള്ളിൽ വണ്ടി വരും, പിക്കപ്പ് ചെയ്യാൻ ഒരു ഹോട്ടലിന്. എന്നിട്ട് നിങ്ങൾ ഫിഫി ഐലൻഡിലേക്ക് പോകുക. ഈ പാക്കേജിൽ 6 ആക്ടിവിറ്റീസ് ആണ് അവർ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കാറ്റ് ഐലൻഡ് ടൂർ, ഫിഫി ഡോങ് ഐലൻഡ്, മങ്കി ഐലൻഡ്, പിന്നെ ഫിലെ ലഗൂൺ. ഫിലെ ലഗൂണിൽ സ്വിമ്മിങ് ഇൻക്ലൂഡഡ് ആണ്, പിന്നെ മായാബേ ട്രിപ്പ്, പിന്നെ സ്നോർക്കലിംഗ്. ഇത് കൂടാതെ നമുക്ക് 3 നേരം ഫുഡ് ഉണ്ടാവും, ഡ്രിങ്ക്സ് ഒക്കെ തരുന്നവർ. പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, നമ്മളെ ഹോട്ടൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിക്കപ്പ് ഡ്രോപ്പ് അതൊക്കെ അവർ തരും. പിന്നെ എല്ലാത്തിനും കൂടിയിട്ട് ഒരാൾക്ക് 1400 ബാത്താണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ ബോട്ട് ജെട്ടിയിലെത്തി. ടൂർ കോർഡിനേറ്റർ നമ്മൾ ഐലൻഡിൽ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് വിശദീകരിച്ചു തന്നു. നമ്മൾക്ക് വേണമെങ്കിൽ ജെറ്റ് സ്കീ, സ്കൂബ ഡൈവിംഗ്, ലോങ് ടൈൽ ബോട്ട് ട്രിപ്പ് എന്നിവയെല്ലാം എക്സ്ട്രാ ആക്ടിവിറ്റി ആയി തിരഞ്ഞെടുക്കാം. അങ്ങനെ ഞങ്ങൾ സ്കൂബ ഡൈവിംഗ് തിരഞ്ഞെടുത്തു. ഒരാൾക്ക് 2200 ബാത്ത് വീതം നൽകി. ഡൈവിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? നമ്മുടെ കൂടാതെ ഒരാളുണ്ടോ? അപ്പൊ ഞാൻ അവർ രക്ഷിക്കും. പിന്നെ ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി. ആദ്യം പോയത് കാറ്റ് ഐലൻഡിലേക്കാണ്. അവിടെ വെച്ചാണ് സ്കൂബ ഡൈവിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്കൂബ ഡൈവിങ്ങിനുള്ള ഡ്രസ്സും ഓക്സിജൻ സിലിണ്ടറും ബേസിക് ഹാൻഡ് സിഗ്നൽസും പറഞ്ഞു. ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ കടലിന്റെ അടിയിലേക്ക് പോയി. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കടലിന്റെ അടിഭാഗം. കുന്നുകളും കുഴികളും നിറഞ്ഞ രൂപമായിരുന്നു. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ട്രിപ്പ് കമ്പനി ഗോപ്രോ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോസ് എടുത്തു തന്നു. അതിന് 1200 ബാത്ത് വേറെ കൊടുക്കേണ്ടി വന്നു. ഫസ്റ്റ് വന്ന ബീച്ചല്ല ഐലൻഡ്. അപ്പോൾ ഈ ഐലൻഡിൽ ഞങ്ങൾക്ക് അധികം കാണാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ നേരെ സ്കൂബ ഡൈവിങ്ങിന് പോയി. സ്കൂബ ഡൈവിങ്ങിന് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ലൊക്കേഷൻ ഫിഫി ഡോങ് ഐലൻഡ് ആണ്. അത് അവിടുത്തെ ഏറ്റവും വലിയ ഐലൻഡാണ്. അവിടെയായിരുന്നു ഞങ്ങളുടെ ബുഫേ ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത്. റൈസ്, നൂഡിൽസ്, ചിക്കൻ ഫ്രൈ, വെജിറ്റബിൾസ്, ജ്യൂസ്, ടീ, കോഫി എന്നിവയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നീട് ജിൻസിയുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സിനെ വെറുപ്പിക്കാനുള്ള ഫോട്ടോസ് എടുക്കാനായി ജിൻസിയുടെ പുറകെ വെറുതെ നടന്നു. അടുത്ത ലൊക്കേഷൻ മങ്കി ബീച്ചാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല, കുറച്ച് മങ്കികൾ മാത്രം. പക്ഷെ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് മങ്കികളുടെ അടുത്ത് പോകരുതെന്നും ഭക്ഷണം കൊടുക്കരുതെന്നും മങ്കി കടിച്ചു കഴിഞ്ഞാൽ 30,000 ബാത്ത് ചിലവാക്കിയുള്ള ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമെന്നും ടൂർ കമ്പനിക്കാരൻ പറഞ്ഞു. അവിടെ വെച്ചാണ് ജിൻസി ബാഹുബലിയാവാൻ ശ്രമിച്ചത്.
ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ ഫിലെ ലഗൂൺ ആണ്. അവിടേക്കുള്ള വഴിയിൽ വൈക്കിംഗ് കേവ് എന്നൊരു സ്ഥലം നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. അതൊരു പ്രൊട്ടക്റ്റഡ് ഐലൻഡ് ആയതുകൊണ്ട് അവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. അവിടെ സിഫ്ലെറ്റ് എന്ന് അറിയപ്പെടുന്ന പ്രത്യേകം ഇനം പക്ഷികളുണ്ട്. ഈ പക്ഷി സ്വന്തം ഉമിനീര് കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. ഈ കൂടിന് ബേർഡ്സ് നെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ചൈനക്കാരുടെ ഒരു ട്രഡീഷണൽ മെഡിസിൻ ആണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ദീർഘായുസിനും അവർ ഇത് ഉപയോഗിക്കുന്നു. 1 കിലോ നല്ല ഇനം ബേർഡ് നെസ്റ്റിന് 10 ലക്ഷം രൂപയോളം വിലയുണ്ട്. ബേർഡ്സ് നെസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന കോണികൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ ഫിലെ ലഗൂണിലെത്തി. മുമ്പ് സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ്. ആഴം വളരെ കുറവാണ്. നമ്മൾ വന്നത് സ്പീഡ് ബോട്ടിലായതുകൊണ്ട് ഈ ലഗൂണിന്റെ വളരെ അടുത്തുകൂടി പോകാൻ പറ്റില്ല. അടുത്തുകൂടെ പോകാൻ ലോങ് ടൈൽ ബോട്ടിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ഈ ട്രിപ്പിന്റെ തുടക്കത്തിൽ ടൂർ കമ്പനിക്കാർ ലോങ് ടൈൽ ബോട്ട് എക്സ്ട്രാ ആക്ടിവിറ്റി ആയി വേണമോ എന്ന് ചോദിച്ചത്. ലോങ് ടൈൽ ബോട്ടിലൂടെ നമുക്ക് ലഗൂണിന്റെ വളരെ അടുത്ത് കാണാനും നല്ല ഫോട്ടോസ് എടുക്കാനും പറ്റും. പിന്നീട് ഫിലെ ലഗൂണിൽ 30 മിനിറ്റ് സ്വിം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഫിലെ ലഗൂൺ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് മായാ ബേയിലേക്കാണ്. ലിയനാർഡോ ഡികാപ്രിയോയുടെ ദ ബീച്ച് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ ഐലൻഡ്. ഈ സിനിമയിലൂടെയാണ് കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തെ കുറിച്ച് അറിയുന്നത്. അതിനുശേഷം ദിവസം 5000-ഓളം സഞ്ചാരികൾ ഇവിടേക്ക് വരാൻ തുടങ്ങി. റയർ സ്പീഷീസായ റീഫ് ഷാർക്കുകൾ കൂടുതലായി കാണുന്ന സ്ഥലമാണ് മായാ ബേ. സഞ്ചാരികളുടെ ഒഴുക്ക് ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് ഭീഷണിയായി. അതുകൊണ്ട് വർഷങ്ങളോളം ഈ ദ്വീപ് സഞ്ചാരികൾക്ക് പ്രവേശനം കൊടുക്കാതെ അടച്ചിട്ടു. പിന്നീട് 2022 ജനുവരി 1-നാണ് വലിയ റെസ്ട്രിക്ഷൻസോടുകൂടി ഈ ദ്വീപ് തുറന്നു കൊടുത്തത്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ പാദം നനയുന്ന വരെ മാത്രം കടലിൽ ഇറങ്ങാനുള്ള അനുവാദമുള്ളൂ. അതിൽ കൂടുതൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ 5000 ബാത്താണ് ഫൈൻ. സഞ്ചാരികൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ലോഷൻ വെള്ളത്തിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുകയും അത് പിന്നീട് ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് വെള്ളത്തിലിറങ്ങാൻ അവര് സഞ്ചാരികളെ അനുവദിക്കാത്തത്. ഞങ്ങൾ വന്നത് ഓഫ് സീസൺ ആയിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മഴക്കാലമാണ്. ഈ സമയത്ത് ഹൈ ടൈഡ് ആയിരിക്കും. കടലിലൂടെ യാത്ര ചെയ്യുന്നത് അത്ര സേഫ് അല്ല. പക്ഷെ ഞങ്ങൾ വന്ന ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു. കൂടുതൽ സഞ്ചാരികളുടെ തിരക്കില്ലാതെ ഞങ്ങൾക്കെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റി.
ടൂർ കമ്പനിക്കാർ ആകെ 25 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾക്കിവിടെ ചിലവഴിക്കാൻ അനുവദിച്ചത്. കുറച്ചുകൂടി അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ശരിക്കും ആഗ്രഹിച്ചു പോയി. മായബയ്ക്ക് ശേഷമായിരുന്നു ഈ ടൂർ പാക്കേജിലെ ലാസ്റ്റ് ആക്ടിവിറ്റി ആയ സ്നോർക്കലിംഗ്. നേരത്തെ സ്കൂബ ഡൈവിംഗ് ചെയ്തുകൊണ്ട് സ്നോർക്കലിങ്ങിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബോട്ടിലിരുന്ന് ജിൻസിയുടെ ഫോളോവേഴ്സിനെ വെറുപ്പിക്കാനുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരുന്നു. ഭാര്യയുടെ ഫോട്ടോസ് എടുക്കാനുള്ള എൻ്റെ അമിതമായ ആവേശം കണ്ട അമേരിക്കൻ സായിപ്പ് പറഞ്ഞു, എന്തൊരു പേഷ്യൻസ് ആണ് പറയാ എനിക്ക്. ഇതോടുകൂടി ഞങ്ങളുടെ ഫിഫി ഐലൻഡ് ട്രിപ്പ് പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുക. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.